ഹലോ, കഴിഞ്ഞ ദിവസം നമ്മുടെ റാഗി ദോശയുടെ വീഡിയോ കണ്ടപ്പോൾ ചോദിച്ചായിരുന്നു റെസിപ്പി ഒന്ന് പറയാമോ എന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ റാഗി ദോശ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം തന്നെ അരി, ഉഴുന്ന്, ഉലുവ നമ്മൾ സാധാരണ ദോശ മാവിനും ഇഡ്ഡലി മാവിനും ഇടുന്ന പോലെ തന്നെ ഇതുപോലെ കുതിർത്തി അരച്ചെടുക്കുകയാണ് ചെയ്യുക. അതിനുശേഷം അതിനകത്തേക്ക് ഞാൻ റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. റാഗി പൗഡർ നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചാണ്. ഞാനൊരു 3-4 സ്പൂൺ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടി ചേർത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്കിത് സാധാരണ പോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഞാനിപ്പോൾ ഇതൊരു ഓവർനൈറ്റാണ് വെക്കുക. ഇപ്പോൾ നമ്മൾ നൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബാറ്ററായിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അത് രാവിലെ എടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് ഇനി ഇളക്കി എടുക്കാവുന്നതാണ്. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, നല്ല ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സാധാരണ ദോശ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ റാഗി പൗഡർ അല്ല റാഗിയാണ് ഉള്ളത് എങ്കിൽ അത് നമ്മൾ അരി ഉഴുന്നും വെള്ളത്തിലിടുന്ന ഒപ്പം തന്നെ ഈ റാഗി കൂടി ഉഴുന്നിന് തുല്യമായിട്ട് എടുത്തിട്ട് കഴുകി ഇതുപോലെ കുതിർത്തി അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണിത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ തലേദിവസം അരച്ച് വെക്കുന്നത്. പിറ്റേ ദിവസം ചെയ്താലും കുഴപ്പമൊന്നുമില്ല, കുതിർത്തിയിട്ട് പിറ്റേ ദിവസം അരച്ചെടുക്കാം. പക്ഷേ ആ ഒരു ദോശ കുറച്ച് ഹാർഡായ പോലെ എനിക്ക് തോന്നും. അപ്പോൾ എനിക്കിതാണ് കുറച്ചും കൂടി ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു, ലവ് യു ഓൾ.